Welcome back to the next part. So we have completely discussed about the animal tissues introductions, is it? So we have discussed about the epithelial tissues, is it? So now we have to go and deal with one of the important part, that is about what? Our connective tissue. We want to deal with connective tissue. We have learned about the areolar types, muscular and nervous and such things, is it? So we need to deal adipose and all we have learned. Now we need to know about the explanation, proper explanation about them. Before going to them, we need to consider the more important towards the elements that we are going to learn. So now we know that how important the connective tissue is there. So they are the important and essential part for the body. Animals in the body, one of the important and essential part of connective tissue. അവർ അങ്ങനത്തെ റോള് തന്നെയാണ് ചെയ്യുന്നത്. സോ അതിനോടകം തന്നെ അതിന് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഫംഗ്ഷനാലിറ്റിയും കാണിക്കാൻ പറ്റും, ബോഡീനെ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഈ ഒരു കാര്യത്തെയാണ് നമുക്ക് കണക്റ്റീവ് ടിഷ്യൂ കൊണ്ടുള്ള ഗുണവും കാര്യങ്ങളും ഉള്ളത്. സോ നൗ വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് വാട്ട്? കണക്റ്റീവ് ടിഷ്യൂ. മക്കളെ, എന്താണ് ഈ കണക്റ്റീവ് ടിഷ്യൂ? എന്താണ് ഈ കണക്റ്റീവ് ടിഷ്യൂ? വി വാണ്ട് ടു ലേൺ. സോ ഇറ്റ് കണക്ട് വാരിയസ് ടിഷ്യൂസ് ഇൻ ആൻ ഓർഗൻ. എടാ, പല ടിഷ്യൂസ്, ഓർഗൻസിലെ പല ടിഷ്യൂസും ഇവർ കണക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയാൻ കാരണം. സി ഇറ്റ് കണക്ട്. എന്താ ചെയ്യുക? അവരെന്ത് ചെയ്യും? കണക്ട് ചെയ്യും മക്കളെ, കണക്ട് ചെയ്യും. ശ്രദ്ധിക്കേ, കണക്ട് ചെയ്യും വാരിയസ് ടിഷ്യൂസ് ഇൻ ആൻ ഓർഗൻ. ഒരു ഓർഗനിലെ വാരിയസ് ടിഷ്യൂവിനെ അവർ കണക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. ഈ ഒരു മെക്കാനിസം നമ്മൾ എന്ത് പറയും മക്കളെ? കണക്റ്റീവ് ടിഷ്യൂ. അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കണക്ട് ചെയ്യുന്ന ആൾക്കാരെയാണ് കണക്ടിങ് ദ ടിഷ്യൂസ്, കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞ കണക്റ്റീവ് ടിഷ്യൂ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ കളക്ഷൻ, കളക്ട് ചെയ്യുക, കളക്ട് ചെയ്യുക. കറക്റ്റ് ആണോ? കളക്ഷൻ ഓഫ് വാട്ട്? എന്തിന്റെ കളക്ഷൻ ആണ്? ടുഗെദർനെസ് ഫോം ചെയ്യാൻ. ഒന്നുമില്ല മക്കളെ, അതായത് ഒരു ഓർഗൻ അതിന്റെ ടിഷ്യൂസ് ഒക്കെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് കണക്റ്റീവ് ടിഷ്യൂല് അവർ ചെയ്യുന്നത്. സോ കോൺസെപ്റ്റ് പിടികിട്ടിയോ? സോ നത്തിങ് ഈസ് ഇറ്റ് കണക്ട്സ് വാരിയസ് ടിഷ്യൂസ് ഇൻ ആൻ ഓർഗൻ. ഇറ്റ് കണക്ട്സ് വാട്ട്? വാരിയസ് ടിഷ്യൂസ് ഇൻ ആൻ ഓർഗൻ. ഇറ്റ് കണക്ട്സ് വാരിയസ് ടിഷ്യൂസ് ഇൻ ആൻ ഓർഗൻ. Hope it is clear. Loosely packed cells are embedded in the matrix. Loosely packed cells are embedded in the matrix. What is that? Loosely packed. Loose ആയിട്ട് പാക്ക് ചെയ്ത എന്താ പറയാ മാട്രിക്സ്. ലൂസ്ലി പാക്ഡ് cells are embedded. എവിടെയാണ് എംബഡ് ചെയ്തത് മക്കളെ? മാട്രിക്സില്. സോ മാട്രിക്സ് എന്ന് പറഞ്ഞ റീജിയൻ, മാട്രിക്കൽ റീജിയൻ ഉണ്ടാവില്ലേ? ആ മാട്രിക്കൽ റീജിയനിലാണ് എന്ത് ലൂസ്ലി പാക്ക് ചെയ്ത സെൽസ് എംബഡ് ചെയ്തിരിക്കുന്നത്. ലൂസ്ലി പാക്ക് ചെയ്ത സെൽസ് എംബഡ് ചെയ്തിരിക്കുന്നത് എവിടെയാണ് മക്കളെ? ലൂസ്ലി പാക്ഡ് സെൽസ് ആർ എംബഡ് ഇൻ മാട്രിക്സ്. മാട്രിക്സിലാണ് ലൂസ്ലി പാക്ഡ് ആയിട്ടുള്ള സെൽസ് എംബഡ് ചെയ്തിരിക്കുന്നത്. എവിടെയാണ് മക്കളെ? മാട്രിക്സിൽ. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ ഫോർ യു. ഓക്കെ അല്ലേ? സോ ലൂസ്ലി പാക്ഡ് സെൽസ് ആർ എംബഡ് ഇൻ ദ മാട്രിക്സ്. മാട്രിക്സ് മേ ബി ജെല്ലി ലൈക്ക്, ഫ്ലൂയിഡ്, ഡെൻസ് ആൻഡ് റിജിഡ്. മാട്രിക്സ് എങ്ങനെയാ മക്കളെ? മാട്രിക്സ് എങ്ങനെയാ ഉണ്ടാവുക? മേ ബി എന്താണ്? ജെല്ലി പോലെ, ജെല്ലി പോലെ, നമ്മുടെ ജെല്ലി മിഠായി പോലെ ജെല്ലി. പിന്നെന്താ? ഫ്ലൂയിഡ് പോലെ, ഫ്ലൂയിഡ് പോലെ, അക്വസ് ഫ്ലൂയിഡ് പോലെ. ഡെൻസ് ഓർ റിജിഡ് ആവാം, ഡെൻസോ അല്ലെങ്കിൽ റിജിഡോ ആവാം. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ചോളൂ. സോ ഇറ്റ് കണക്ട്സ് എന്താണ്? വാരിയസ് ടിഷ്യൂ ഇൻ ആൻ ഓർഗൻ. ഇറ്റ് കണക്ട്സ് വാരിയസ് ടിഷ്യൂ ഇൻ ആൻ ഓർഗൻ. ഒരു ഓർഗനിലെ പല ടിഷ്യൂസിനെയും കണക്ട് ചെയ്യുന്ന ആളുകളാണ് ഹു ഇസ് ദാറ്റ്? കണക്റ്റീവ് ടിഷ്യൂ. ഐ ഹോപ്പ് ദാറ്റ് ഈസ് ക്ലിയർ. നൗ സീ, ലൂസ്ലി പാക്ഡ് സെൽസ് ആർ എംബഡ് ഇൻ ദ മാട്രിക്സ്. ലൂസ് ആയിട്ട് പാക്ക് ചെയ്ത് എന്താണ്? ലൂസ്ലി പാക്ഡ് സെൽസ് ആർ എംബഡ് ഇൻ ദ മാട്രിക്സ്. മാട്രിക്സിൽ അവ എംബഡ് ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ല മക്കളെ, ലൂസ്ലി പാക്ഡ് സെൽസ്, ലൂസ് ആയിട്ട് പാക്ക് ചെയ്ത സെൽസ് മാട്രിക്സിൽ അവനെ എംബഡ് ചെയ്തിട്ടുണ്ട്. കോൺസെപ്റ്റ് പിടി കിട്ടിയോ? ഐ ഹോപ്പ് ദാറ്റ് ഈസ് ക്ലിയർ. Matrix may be jelly-like, fluid, dense and rigid. Matrix may be jelly-like, fluid, dense, rigid ആവാം. മാട്രിക്സ് എങ്ങനെയാവാം? എന്താണ് മാട്രിക്സ്? മാട്രിക്സിലാണ് ഇവരുണ്ടാവുക. So loosely packed cells are embedded in where? Matrix. Loosely എന്താണ് ഇവിടെ embedded ആയിട്ടുള്ളത്? Loosely packed cells. ഈ ലൂസ്ലി പാക്ഡ് ആയിട്ടുള്ള സെൽസ് ആണ് എവിടെ എംബഡ് ചെയ്തിരിക്കുന്നത് മക്കളെ? മാട്രിക്സ്. അപ്പൊ മാട്രിക്സ് എന്താണ്? മാട്രിക്സ് എന്ന് പറയുമ്പോൾ മേ ബി ജെല്ലി പോലെ ആവാം. ഇറ്റ് മേ ബി എങ്ങനെയാണാവാം? ജെല്ലി പോലെ ആവാം. പിന്നെ എന്താ? ഫ്ലൂയിഡ് പോലെ ആവാം. പിന്നെ ഡെൻസ് അല്ലെങ്കിൽ റഫ് ആയിട്ടാണ്, ഡെൻസ് ഓർ റഫ് ആയിട്ട് നമുക്ക് ഇവരെ പോസിബിൾ ആണ് കാണാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളെ മൈൻഡിൽ വെക്കണം മക്കളെ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്.
I hope the concept is clear for you. I hope the concept is clear. So now you have just taken your notebook, is it? Have taken your notebook and pen and all. You're writing down the notes, is it? Good. So ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി കണക്റ്റിംഗ് ടിഷ്യൂവിനെ കുറിച്ച് നമ്മൾ ഐഡിയ കിട്ടിയല്ലോ. ഇനി ഇത് വെച്ചാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത്. സോ ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ ഫോർ യു. ഒന്നുമില്ല, കണക്റ്റിംഗ് വാരിയസ് ടിഷ്യൂസ് ഇൻ ആൻ ഓർഗൻ, ലൂസ്ലി പാക്ഡ് സെൽസ് ആർ എംബഡഡ് ഇൻ മാട്രിക്സ്. മാട്രിക്സിലാണ് അത് എംബഡ് ചെയ്തിട്ടുണ്ട്. മാട്രിക്സ് മേ ബി എങ്ങനെയായിരിക്കും? ജെല്ലി ആവാം, അല്ലെങ്കിൽ ഫ്ലൂയിഡ് ആവാം, ജെല്ലി ആവാം, ഡെൻസ് അല്ലെങ്കിൽ റഫും ആവാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് റിജിഡ് എന്നും പറയാം, ഓർ റിജിഡ് എന്നും പറയാം. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തിൽ പഠിക്കുന്നത് മക്കളെ? നമ്മുടെ കണക്റ്റീവ് ടിഷ്യൂവിനെ കുറിച്ച് ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പൊ ഇതെന്താണ്? കണക്റ്റിംഗ് എന്നൊരു ടേം നിങ്ങൾ കണക്റ്റീവ് ടിഷ്യൂല് കണക്റ്റിംഗ് എന്നൊരു ടേമാണ് നിങ്ങൾ ഓർത്ത് വെക്കുന്നത് മെയിൻലി. അതായത് ഓർഗൻസിലുള്ള ടിഷ്യൂസ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് മക്കളെ കണക്റ്റീവ് ടിഷ്യൂവിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ഈസ് ഡാം ക്ലിയർ ഫോർ യു. ക്ലിയർ അല്ലേ മക്കളെ? സോ നമുക്ക് ഇതിനെക്കുറിച്ച് ഇനി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയണം. നമ്മൾ കണക്റ്റീവ് ടിഷ്യൂവിലെ കുറച്ച് ആളുകളെ കുറിച്ച് പറഞ്ഞല്ലോ. ആരൊക്കെയായിരുന്നവ? ബോൺസ് ഉണ്ട്, കാർട്ടിലേജസ് ഉണ്ട്, ലിഗമെന്റ്സ് ഉണ്ട്, ടെൻഡൻസ് ഉണ്ട്, ബ്ലഡ് ഉണ്ട്, ലിംഫ് ഉണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അവരെ കുറിച്ച് ഇന്ന് നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകണം. വി നീഡ് ടു ലേൺ അബൌട്ട് ദോസ് കോൺസെപ്റ്റ്. ഐ ഹോപ്പ് ദാറ്റ് ഈസ് ക്ലിയർ ഫോർ യു. നൗ ലെറ്റ് us ഡിസ്കസ് മോർ അബൌട്ട് ദം. ഓക്കെ, സോ ഇതാണ് ഒരു കണക്റ്റീവ് ടിഷ്യൂവിന്റെ കേസിൽ നമുക്ക് നോക്കാം. ലൂസ്ലി കണക്റ്റീവ് ടിഷ്യൂ അണ്ടർ ദ സ്കിൻ. ഇത് സ്കിന്നിന്റെ അണ്ടറിലെ അടിയിൽ നമുക്ക് കാണാൻ പറ്റും ലൂസായിട്ട് കണക്റ്റീവ് ടിഷ്യൂസ്. ഇവിടെ കണ്ട ഒരു ടിഷ്യൂ ഉണ്ട്, ഇവിടെ ഒരു സെല്ലുണ്ട്. സോ ഈ കണക്ഷൻ സെൽ, കൊളാജൻ ഫൈബേഴ്സ്, അതർ ഫൈബേഴ്സ് ഉണ്ട്. ലൂസ്ലി അണ്ടർ സ്കിൻ അണ്ടറിൽ കാണാൻ പറ്റുന്ന ഒരു സെൽസ് ആണ്. നമ്മുടെ ഷോൾഡർ ഈ രീതിയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് നോക്കാം ഫാറ്റ് ഡ്രോപ്ലെറ്റ്സ്, സെൽ ന്യൂക്ലിയസ്. ഫാറ്റ് ഡ്രോപ്ലെറ്റ്സ്, സെൽ ന്യൂക്ലിയസും ഈ ഒരു ഗ്യാപ്പും അക്യുസേഷനും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അത് എവിടെയാണ് മക്കളെ? അഡിപ്പോസ് ടിഷ്യൂല്. എവിടെയാണ്? അഡിപ്പോസ് ടിഷ്യൂല്. പിന്നെ നമുക്ക് പഠിക്കേണ്ടത് ബ്ലഡ് വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട്, റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട്, പ്ലാസ്മ ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ, പിന്നെ പ്ലേറ്റ്ലെറ്റ്സും ഉണ്ട്, പ്ലാസ്മ ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡീൽ ചെയ്യണം. അപ്പോൾ ഇത് ഓരോ റീജിയണലൈസ് നമുക്ക് കൺസിഡർ ചെയ്യാം. അഡിപ്പോസ് എന്ന് പറഞ്ഞാൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ആണ്. അവിടെ മെയിൻലി ഫാറ്റ്, അഡിപ്പോസ് ടിഷ്യൂ മെയിൻലി ഫാറ്റ് ഡെപ്പോസിറ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡീൽ ചെയ്യേണ്ടത് ആവശ്യം തന്നെയാണ്. സോ ഐ ഹോപ്പ് ദാറ്റ് കോൺസെപ്റ്റ് ഈസ് ഡാം ക്ലിയർ ഫോർ യു. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. സോ ഐ ഹോപ്പ് ദാറ്റ് ഈസ് ക്ലിയർ. നൗ സീ blood. We are going to deal with the one of the important part, blood. So what do you mean by blood? എന്താണ് മക്കളെ ഈ ബ്ലഡ്? ബ്ലഡിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ പറയാനുള്ളത്? ആ കാര്യങ്ങളാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. സോ വാട്ട് യു മീൻ ബൈ ബ്ലഡ്? രക്തം, ചോര എന്നൊക്കെ നമ്മൾ പറയും അല്ലേ മക്കളെ? സോ ഇമ്പോർട്ടൻ്റ് ആണ്. റൈറ്റ് ഡൗൺ. So matrix is fluid called plasma. Matrix is fluid that is called as plasma. Matrix എന്നുള്ളൊരു fluid, ആ ഒരു കോമ്പൗണ്ട് നമ്മൾ എന്ത് വിളിക്കും? പ്ലാസ്മ എന്ന് വിളിക്കും. പ്ലാസ്മ കണ്ടെയ്ൻ പ്രോട്ടീൻ, സോൾട്ട് ആൻഡ് ഹോർമോൺസ്. എന്തൊക്കെയാണ് മക്കളെ പ്ലാസ്മ കണ്ടെയ്ൻ ചെയ്യുന്നത്? മാട്രിക്സ് ഈസ് ഫ്ലൂയിഡ് ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? പ്ലാസ്മ. അതായത് പ്ലാസ്മയിൽ എന്തൊക്കെയുണ്ട്? അപ്പൊ എസെൻഷ്യൽ പാർട്ട് ഓഫ് ബ്ലഡ് എന്തായിരിക്കും? പ്ലാസ്മ തന്നെയായിരിക്കും. പ്ലാസ്മയിൽ എന്തൊക്കെയുണ്ട് മക്കളെ? ഇൻ പ്ലാസ്മ വി ഹാവ് പ്രോട്ടീൻ ഉണ്ട്, സാൾട്ട്സ് ഉണ്ട്, പിന്നെ എന്താ ഉള്ളത്? ഹോർമോൺസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എവിടെയുള്ളത്? പ്ലാസ്മയിലുള്ളത് അല്ലേ മക്കളെ? പ്ലാസ്മ, RBC, WBC ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ് ആർ സസ്പെൻഡഡ്. അപ്പോൾ ബ്ലഡ് ട്രാൻസ്പോർട്ട് മെറ്റീരിയൽസ് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി ബോഡി. ബ്ലഡ് എന്ന് പറഞ്ഞ ഒരു കോംപ്ലക്സ് മെയ്ഡപ്പ് ഓഫ് പ്ലാസ്മയാണ്. പ്ലാസ്മയിൽ തന്നെ സാൾട്ട്, പ്രോട്ടീന് കാര്യങ്ങൾ ഒക്കെ അടങ്ങിയിട്ടുണ്ട്, ഹോർമോൺസും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാസ്മ RBC, വി ഹാവ് പ്ലാസ്മ RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്. അതായത് ഈ ബ്ലഡിൽ തന്നെ എന്തൊക്കെയുണ്ട്? WBC ഉണ്ട്, RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്. പിന്നെ ഇത് കോമൺ ചെയ്തത് എന്തിലാണ്? പ്ലാസ്മ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് മാട്രിക്സ് അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഡീൽ ചെയ്യാനുള്ളത് അല്ലേ മക്കളെ? സോ ഇത്രയും കാര്യങ്ങളല്ലേ നമുക്ക് ഇവിടെ ഡീൽ ചെയ്യാനുള്ളത് മക്കളെ? ഐ ഹോപ്പ് ദാറ്റ് ഈസ് ക്ലിയർ ഫോർ യു. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ അല്ലേ മക്കളെ? സോ നത്തിങ് ഇസ് ദേ
സോ ബ്ലഡ് എന്ന് പറയുമ്പോൾ ബ്ലഡിൽ എന്തൊക്കെയുണ്ടെന്നുള്ള കോമ്പണന്റ് നമ്മളിവിടെ പറഞ്ഞത്. സോ മാട്രിക്സ് ഇസ് എ ഫ്ലൂയിഡ് ദാറ്റ് ഈസ് നോൺ ആസ് പ്ലാസ്മ നമ്മൾ പറഞ്ഞു. ഇനി പ്ലാസ്മ കണ്ടെയ്ൻ എന്താണ്? പ്രോട്ടീൻ ഉണ്ട്, സോൾട്ട് ഉണ്ട്, ഹോർമോൺസും ഉണ്ട്. ക്ലിയർല്ലേ മക്കളെ? ഇനി പ്ലാസ്മ, RBC, WBC ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ് ആർ എന്താണ്? സസ്പെൻഡഡ് ആണ്. ക്ലിയർല്ലേ മക്കളെ? നൗ സി ബ്ലഡ് ട്രാൻസ്പോർട്ട് മെറ്റീരിയൽസ് ടു ഡിഫറെന്റ് പാർട്സ് ഓഫ് ദി ബോഡി. ബ്ലഡ് നമ്മുടെ ബോഡിയിലെ എല്ലാ പാർട്സിലേക്കും ഇവിടുന്ന് പമ്പ് ചെയ്ത് നമ്മുടെ ബോഡിയിലെ എല്ലാ പാർട്സിലേക്കും ബ്ലഡ് വെസൽസിലൂടെ എത്തിക്കുന്നുണ്ട്. ബ്ലഡ് വെസൽസിലൂടെ എത്തിക്കുന്നുണ്ട്. ആര്? ബ്ലഡ് ആണ് ബോഡിയിലെ എല്ലാ പാർട്സിലും ഉള്ളത്. സോ ബ്ലഡ് അങ്ങനെ ട്രാൻസ്പോർട്ടിംഗ് മെക്കാനിസം കൂടി ചെയ്യും. എന്താണ്? ബ്ലഡ് ട്രാൻസ്പോർട്ട് ചെയ്യും. ഓക്കെ ആണോ? സോ ബ്ലഡ് എന്ത് ചെയ്യും മക്കളെ? അപ്പൊ ട്രാൻസ്പോർട്ട് ചെയ്ത് അവിടെ എത്തിക്കും. ബോഡിയിലെ എവിടെയൊക്കെയാണ് റീജിയൻസിലെ ബ്ലഡ് വേണ്ട, നമ്മുടെ ബോഡിയിലെ പാർട്സിൽ എന്തായാലും ബ്ലഡിന്റെ എഫക്റ്റീവ് ആയിട്ട് ബ്ലഡ് വേണം, എഫിഷ്യന്റ് ആയിട്ട് ബ്ലഡ് വേണം. സോ അതുകൊണ്ട് തന്നെ അത് എല്ലാ പാർട്സിലും നമുക്ക് ബ്ലഡ് ആ രീതിയിൽ തന്നെ എത്തും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബ്ലഡിന്റെ കേസിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞത്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് റിലേറ്റഡ് ടു ബ്ലഡ് ഈസ് ക്ലിയർ ഫോർ യു. ഇസ് ഇറ്റ് ഓക്കെ? നോക്ക്, ഇന്ന് ബ്ലഡിന്റെ ഉള്ളിൽ, അതായത് നമ്മുടെ WBC, RBC അവന്റെ ഉള്ളിലൊക്കെ ഉണ്ടാവുന്ന കുറെ സംഭവങ്ങളാണ്. ന്യൂട്രോഫിൽ, എത്രോസൈറ്റ്, ഇതൊക്കെ റെഡ് ബ്ലഡ് സെൽ ആണ്. എസിനോഫിൽ ഉണ്ട്, പിന്നെ എന്താ പറയുക മോണോസൈറ്റ്, ലിംഫോസൈറ്റ്, ബാസോഫിൽ, ഇതൊക്കെ WBCയിൽ കാണപ്പെടുന്നതാണ്. പ്ലേറ്റ്ലെറ്റ്സ് കണ്ടോ നിങ്ങൾ? യു ക്യാൻ സീ ദ പ്ലേറ്റ്ലെറ്റ്സ്. പ്ലേറ്റ്ലെറ്റ്സ്, ഈ സ്ട്രക്ചേഴ്സ് ഒക്കെ നിങ്ങൾക്ക് പ്ലേറ്റ്ലെറ്റ്സ് ആയിട്ട് കാണാൻ പറ്റും. ഇത് എസിനോഫിലാണ്. എസിനോഫിൽ കണ്ടോ? ഇത് എസിനോഫിലാണ്. ഇതുണ്ടോ ബേസോഫിൽ. ഈ സ്ട്രക്ചർ നോട്ട് ചെയ്യണം. ഇത് നമ്മളെ ടിപ്പിക്കൽ RBC എന്ന് നമുക്ക് പറയാം. ഇതാ എരിത്തോസൈറ്റ് എന്ന് പറയാം. ഇതാണോ മോണോസൈറ്റ്. ഒന്നുമില്ല, വി ആർ ഹാവിംഗ് വാട്ട് ഓൾ തിങ്സ്. ഫേസ്റ്റ്ലി വി ഹാവ് മോണോസൈറ്റ്. WBCന്റെ ക്യാരക്ടേഴ്സ് ആണ്. മോണോസൈറ്റ് ഉണ്ട്. സോ മോണോസൈറ്റിന്റെ സ്ട്രക്ചർ നിങ്ങൾ നോക്കൂ. ഒരു സെല്ലിനകത്ത് ഈ ഒരു രീതിയിലാണ് അവർ ഉണ്ടാവുക. ക്ലിയർലേ മക്കളെ? ഓക്കെ ആണോ? അതേപോലെ അടുത്തത് നോക്ക്, ന്യൂട്രോഫിൽ നോക്ക്. ഈ ഒരു രീതിയിലേക്കും അതിൻ്റെ അറേഞ്ച്മെന്റും കാര്യങ്ങളും ഉണ്ടാവുക. ഓക്കെ, ഇവിടെ കുറേ ഡോട്ട് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ന്യൂട്രോഫിലെ ഉള്ള രീതി. ഇനി നോക്ക് മക്കളെ, നമ്മുടെ ബേസോഫിൽ എന്തൊക്കെയാ ഉണ്ടാവുക? ബേസോഫിലില് നോക്കേണ്ട സ്ട്രക്ചർ ഒരു ഹെഡ്സെറ്റ് മാതിരി, അതായത് ഈ രീതിയിൽ നമുക്ക് ഹെഡ്സെറ്റ് മാതിരി എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും ഈ രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് കാണാം. കറക്റ്റ് ഹെഡ്സെറ്റ് മാതിരി ആരാ ഉണ്ടാവുക? എസ്നോഫിലല്ലേ ഉണ്ടാവുക മക്കളെ? എസ്നോഫിൽ കറക്റ്റ് ഹെഡ്സെറ്റ് തന്നെയല്ലേ? അകത്ത് എങ്ങനെ ഉണ്ടാവുക? ഈ രീതിയിലാണ് എസിനോഫിലും നമുക്ക് കാണപ്പെടുന്നത്. പിന്നെ പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്, WBC ഉണ്ട്, RBC ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് എവിടെ അടങ്ങിയിരിക്കുന്നത് മക്കളെ? ഒരു ബ്ലഡിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ. ഇതിന്റെ മെയിൻ ആയിട്ട് എന്താണ്? പ്ലാസ്മ തന്നെയാണ്. അതിൽ നമുക്ക് പ്രോട്ടീൻ ആയിട്ടുണ്ട്, സോൾട്ട് ഉണ്ട്, അയേൺ ഉണ്ട്, ഹോർമോൺസ് ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളെ ബ്ലഡിൽ കണ്ടെയ്ൻ ചെയ്തത്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് റിലേറ്റഡ് ടു ബ്ലഡ് ഈസ് ഓൾസോ ക്ലിയർ ഫോർ യു. അപ്പോൾ ബ്ലഡിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ മക്കളെ. സോ കോൺസെപ്റ്റ് സെറ്റ് അല്ലേ? ഐ ഹോപ്പ് ദാറ്റ് ഈസ് ക്ലിയർ ഫോർ യു. ഇസ് ഇറ്റ്? യെസ്. സോ ഇത്രയും കാര്യങ്ങൾ ന്യൂട്രോഫിലിനെ കുറിച്ച് പറഞ്ഞു, മോണോസൈറ്റിനെ കുറിച്ച് പറഞ്ഞു, എരിത്രോസൈറ്റ് എന്ന് പറയുമ്പോൾ റെഡ് ബ്ലഡ് സെൽ, സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ റെഡ് ബ്ലഡ് സെൽ RBC. പിന്നെ ഇസിനോഫിൽ, ഇതെല്ലാം WBCന്റെ കോമ്പണൻസ് ആണ്. WBCന്റെ കോമ്പണൻസ് ആണ്, മറക്കരുത്. ഇതാ WBCന്റെ കോമ്പണൻസ്. ലിംഫോസൈറ്റ് ഉണ്ട്. ലിംഫോസൈറ്റിന്റെ ഒരു പാർട്ടാണ്. ഓക്കെ, ലിംഫോസൈറ്റ് നിങ്ങൾ കണ്ടില്ലേ? ലിംഫോസൈറ്റ് മറക്കരുതേ. ലിംഫോസൈറ്റ് ജസ്റ്റ് ഒരു മോളിക്യൂൾ, വാക്യൂൾ പോലുള്ള സ്ട്രക്ചറാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ നോട്ട് ചെയ്ത് വെച്ച മക്കളെ. ദീസ് ആർ ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് ബ്ലഡ്. ഓക്കെ, നൗ സി, ഇനി നമുക്ക് ബ്ലഡ് നമ്മൾ പഠിച്ചതിന് ശേഷം നമുക്ക് ആരെക്കുറിച്ച് പറയണം മക്കളെ? ബോൺ കണക്റ്റീവ് അല്ലേ? കണക്ഷൻ ചെയ്യുന്നില്ലേ മക്കളെ? സോ വി നോ ദാറ്റ് ബോൺസ് ആർ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ. അത് തന്നെയാണ് ബോൺസ്. ഇസ് ഇറ്റ്? സോ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്? ബോൺ ഈസ് സ്ട്രോങ് ആൻഡ് നോൺ ഫ്ലെക്സിബിൾ ടിഷ്യൂ. ബോൺ ഈസ് വാട്ട്? സ്ട്രോങ് ആണ്. ബോൺ എന്താണ്? സ്ട്രോങ് ആണ്. ആൻഡ് അതെന്താണ് മക്കളെ? നോൺ ഫ്ലെക്സിബിൾ ആണ്. ബോൺ എന്ന് പറയുമ്പോൾ എന്താണ്? സ്ട്രോങ് ആണ്.
അല്ലേ? ഫ്ലെക്സിബിൾ ആണോ? നോട്ട് ഫ്ലെക്സിബിൾ ആണ്. നോട്ട് ഫ്ലെക്സിബിൾ ആണ്. മറ്റുള്ള പോലെ ഫ്ലെക്സിബിൾ അല്ല. ആര്? ബോൺ. കാരണം എന്താണ്? അത് ടൈറ്റ്ലി പാക്ഡ് അല്ലേ? സോ ടൈറ്റ്ലി ആയതുകൊണ്ട് തന്നെ അവിടെ എന്താണ്? അത് വളയോ ഓടിയോ ഒന്നും ചെയ്യില്ല. സോ ദേ ആർ എന്താണ്? നോട്ട് ഫ്ലെക്സിബിൾ ആണ്. വി ക്യാൻ സേ ദാറ്റ് ദേ ആർ നോട്ട് ഫ്ലെക്സിബിൾ. ഇസ് ദാറ്റ് ഓക്കെ? സോ ദേ ആർ നോട്ട് ഫ്ലെക്സിബിൾ. ഓക്കെ, ഫ്ലെക്സിബിൾ ടിഷ്യൂ അല്ല. സോ ആൻഡ് മാട്രിക്സ് എന്താണ് മക്കളെ? ബ്ലഡിന്റെ കേസിൽ എങ്ങനെയാണ് മാട്രിക്സ്? ഫ്ലൂയിഡ് പോലെ അല്ലേ? ഇവിടെ ആണെങ്കിലോ ഇറ്റ്സ് ഹാർഡ്. സോ ദ മാട്രിക്സ് ഈസ് എന്താണ്? ഹാർഡ് ആണ്. സോ മാട്രിക്സ് ഈസ് എന്താണ് മക്കളെ? ഹാർഡ് ആണ്. ഹാർഡ് മാട്രിക്സ് ആണ് അവിടെ ഉള്ളത്. കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സാൾട്ട്സ് ഓഫ് കാൽഷ്യം ആൻഡ് ഫോസ്ഫറസ്. എന്തിനെ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടത്? കാൽസ്യവും ആൻഡ് ഫോസ്ഫറസ്. ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഒരു ബോൺ ഉണ്ടാകുന്നത്. ഓക്കെ, നിങ്ങൾക്കിത് കണ്ടിരുന്നെങ്കിൽ തോന്നുന്നുണ്ടോ? നമ്മുടെ ടോം ആൻഡ് ജെറിയിലൊക്കെ ഉള്ള ആ ഡോഗ് എല്ലപ്പോഴും ഒരു ബോൺ കടിച്ചേക്കും അല്ലേ? അപ്പോൾ അക്കത്തെ കാര്യങ്ങളാണ് നമ്മൾ ബോണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ മക്കളെ? ബോൺ എന്താണ്? സ്ട്രോങ് ആണ് അല്ലേ? വി നോ ദാറ്റ് ദി സ്ട്രോങ് ആൻഡ് നോൺ ഫ്ലെക്സിബിൾ ടിഷ്യൂ ആണ്. ദേ ആർ നോൺ ഫ്ലെക്സിബിൾ ടിഷ്യൂ ആൻഡ് മാട്രിക്സ് ഈസ് ഹാർഡ്. മാട്രിക്സ് എന്താണ് മക്കളെ? ഹാർഡ് ആണ്. വി ഹാവ് ദ ഹാർഡ് മാട്രിക്സ് ഓൾസോ. Now it is made up of what? Salts of calcium and phosphorus. Salts of calcium and phosphorus. Salts of calcium and phosphorus. Matrix contains bond cells or histiocytes. Bond cells അല്ലെങ്കിൽ histiocytes നമുക്ക് പറയാം. Matrix contains bond cells or histiocytes. Bond cells is enough. അതാണ് നിങ്ങൾക്ക് പഠിക്കണ്ടോ? Bond cells പഠിച്ചാൽ മതി. Okay. It contains what? Bond cell. Matrix contains bone cells. Okay, now bone forms skeletal that support body and anchors the muscles. അതായത് നമ്മുടെ ബോഡിക്ക് ഷേപ്പും പ്രോപ്പർ ആയിട്ടുള്ള സപ്പോർട്ടും ഒക്കെ തരുന്നത്, ആങ്കറേജിനും ഒക്കെ ആയ മക്കളെ തരുന്നത് ഇറ്റ്സ് ബോൺ. ഇസ് ബോൺ ഇസ് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് പാർട്ട്. ഇസ് നമുക്ക് എന്ത് സാധനം എടുക്കാനും വി ഹാവ് ദ സ്ട്രെങ്ത്. അതൊക്കെ നമ്മൾ ബോണിലൂടെ കിട്ടും. സോ ആ ബോൺ കണ്ടോ? നമുക്ക് ഇത് ഇവിടെ ഇങ്ങനെ മടക്കാനാവില്ലല്ലോ. ഈ റീജിയൻ നമുക്ക് മടക്കാനാവില്ലല്ലോ അല്ലേ? Why? Because they are not flexible. പക്ഷെ ഇവിടെ ഒരു കണക്ഷൻ ഉണ്ട്. ഇവിടെ ഒരു ബിറ്റ്വീൻ കണക്ഷൻ ഉണ്ട്. എൽബോന്റെ ഒക്കെ ബിറ്റ്വീൻ കണക്ഷൻ ഉണ്ട്. സോ അവിടെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ദേ ആർ നോട്ട് ഫ്ലെക്സിബിൾ. നമുക്കത് പിടിച്ച് ഓടിക്കാനാവില്ല. ദേ ആർ നോട്ട് ഫ്ലെക്സിബിൾ. ദേ ആർ ഹാർഡ്. അപ്പൊ എന്തൊക്കെ കോമ്പണൻസ് ആണ് അതിൽ ഉണ്ടായത് മക്കളെ? ആരൊക്കെയാണ് അതിലുള്ള കോമ്പണൻസ്? അതൊന്ന് പറ. ആരൊക്കെയായിരിക്കും കോമ്പണൻസ് അതിൽ ഉണ്ടാവുന്നത്? ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്ക്. ആരൊക്കെയായിരിക്കും കോമ്പണൻസ്? നമ്മുടെ കാൽഷ്യവും ഫോസ്ഫറസും ആണ് അതിന്റെ മെയിൻ ആയിട്ട്. സോ ദാറ്റ് ഇസ് വൈ വി യൂസ് ടു ഡ്രിങ്ക് മിൽക്ക് കുടിച്ചാൽ ബോണിന് സ്ട്രെങ്ത് വരും എന്നൊക്കെ നമുക്ക് പറയാം. ഫോസ്ഫറസും അതേപോലെ തന്നെ കാൽഷ്യം കണ്ടന്റും അടങ്ങുന്ന ഫുഡ് ഐറ്റംസ് കഴിക്കുക. സോ മാക്സിമം കാൽഷ്യം ആണ് നമ്മുടെ ബോഡിയിലും ടീത്തിനും ഒക്കെ സ്ട്രെങ്തൻ ചെയ്യുക. സോ ദാറ്റ് ഈസ് എ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഹിയർ. മനസ്സിലായോ മക്കളെ? Bone forms skeletal that support body and anchors muscles. മസിൽസും അതേപോലെ ആങ്കറേജിനും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണടാ? ബോൺ അല്ലേ? സോ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ബോണിനെ കുറിച്ച് നമ്മൾ പഠിച്ചത്. ഓക്കെ അല്ലേ? ബോൺ ഇസ് സ്ട്രോങ് ആൻഡ് നോൺ ഫ്ലെക്സിബിൾ ടിഷ്യൂ ആണ്. ഹാർഡ് ആണ്. മാട്രിക്സ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് സാൾട്ട്സ് ഓഫ് കാൽഷ്യം ആൻഡ് ഫോസ്ഫറസ്. കണ്ടെയ്ൻ ബോൺ സെൽസ് ആണ്. ബോൺ ഫോം സ്കെൽറ്റൽ സിസ്റ്റം. സ്കെൽറ്റൽ സിസ്റ്റം എന്താണ് ബിൽഡ് ചെയ്യുന്നത്? സ്കെൽറ്റൽ സിസ്റ്റം നോക്ക്. ഒരു സ്കെൽറ്റൽ സിസ്റ്റം ഫുൾ എന്താണ്? ബോൺസ് കൊണ്ടല്ലേ മക്കളെ? ബോൺസും കാർട്ടിലേജസും കൊണ്ടല്ലേ? കാർട്ടിലേജ് ബോൺസും കൊണ്ടല്ലേ അത് നിർമ്മിക്കപ്പെട്ടത്? ബോൺസും കാർട്ടിലേജും ടെൻഡൻസും ലിഗമെന്റ്സും ഒക്കെ മിക്സ് ചെയ്തിട്ടല്ലേ അവിടെ ഉണ്ടാവുന്നത്? എന്ത്? നമ്മുടെ സ്കെൽറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ സ്കെൽറ്റൻസ്, അപ്പൊ അതൊക്കെ ബോൺസിന്റെ പാർട്ടാണ്. നമ്മുടെ സ്കൾ ആയിക്കോട്ടെ, നമ്മുടെ ഹാൻഡ് ആയിക്കോട്ടെ, ഫിംഗേഴ്സ് ആയിക്കോട്ടെ, ലെഗ് ആയിക്കോട്ടെ, ചെസ്റ്റ്, റിബ്സ് ആയിക്കോട്ടെ, അവിടെയൊക്കെ നമുക്ക് ബോൺസിന്റെ അവൈലബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ബോഡിക്ക് പ്രോപ്പർ സപ്പോർട്ടും മെയിൻ്റനൻസും വി ആർ ഗെറ്റിംഗ്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ കോൺസെപ്റ്റ് റിലേറ്റഡ് ടു ബോൺ.